ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അലൻ ഗ്രാഡ്സിന്റെ റെഫ്യൂജി എന്ന ഈ നോവലിന്റെ ഒരു ഡീപ്പ് ഡൈവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു സാധാരണ ചരിത്രപുസ്തകം വായിക്കുന്നത് പോലെയല്ല കേട്ടോ, മറിച്ച് നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന വളരെ മികച്ചൊരു സിനിമാറ്റിക് ത്രില്ലർ കാണുന്ന അതേ അനുഭവമാണിത് തരുന്നത്. പാതിരാത്രിയിൽ വലിയൊരു ശബ്ദത്തോടെ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കുന്ന ആ ഒരു ഭയാനകമായ അവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ. സ്വന്തം വീട് വിട്ടിറങ്ങാൻ ആ കുട്ടികളെ നിർബന്ധിതരാക്കുന്ന ഹൈ സ്റ്റേക്സ് സിറ്റുവേഷനിലേക്കാണ് ഇത് നമ്മെ ഒറ്റയടിക്ക് വലിച്ചെറിയുന്നത്. തികച്ചും വ്യത്യസ്തമായ ഭീകരതകളിൽ നിന്ന് രക്ഷപ്പെടുന്ന 3 കുട്ടികൾ, അതും 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ. ഈ 3 പേരുടെയും കഥകളെ വളരെ വിദഗ്ധമായാണ് അലൻ ഗ്രാഡ്സ് ഇതിൽ കൂട്ടിയിണക്കിയിരിക്കുന്നത്. ഇതൊരു സാധാരണ കഥയല്ല, 3 അതിജീവന പോരാട്ടങ്ങളാണ്. ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ 3 കാലഘട്ടങ്ങൾ കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. 1938 നാസി ജർമ്മനിയിലെ ജോസഫ്, 1994 ക്യൂബയിലെ ഇസബൽ, പിന്നെ 2015 യുദ്ധം തകർത്ത സിറിയയിലെ മഹ്മൂദ്. ഗ്രന്ഥകാരന്റെ കുറിപ്പിൽ ബെവർലി ക്രോഫോർഡ് പറയുന്ന 3 ജീവിതങ്ങൾ എന്ന ആ ഒരു ഫ്രെയിംവർക്ക് അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ വിശകലനം മുന്നോട്ടു പോകുന്നത്. 1 പലായനം, 2 യാത്ര, 3 പുതിയൊരു തുടക്കം. അപ്പോ നമ്മുടെ ഒന്നാമത്തെ ജീവിതം പലായനം. ഈ കുടുംബങ്ങളെ സ്വന്തം വീട് വിട്ടോടാൻ നിർബന്ധിതരാക്കിയ ആ ഭയാനകമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം 1938 ബെർലിൻ. ഒരു ജൂതനായ അഭിഭാഷകനായി പോയി എന്ന ഒറ്റ കാരണത്താൽ ജോസഫിന്റെ പിതാവിനെ നാസി പട്ടാളക്കാർ വലിച്ചിഴച്ചുകൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് 6 മാസത്തിനു ശേഷം മെലിഞ്ഞൊട്ടി ഒരു ജീവശവമായാണ് അദ്ദേഹം തിരികെ വരുന്നത്. ശരിക്കും ഞെട്ടിക്കുന്നൊരവസ്ഥയാണത്. അവിടെ നിന്ന് നമ്മൾ നേരെ 2015 സിറിയയിലേക്ക് വന്നാൽ മഹ്മൂദിന്റെ കുടുംബം നേരിടുന്നതും ഇതേപോലെ ഒരു അവസ്ഥയാണ്. ഒരു മിസൈൽ ആക്രമണത്തിൽ അവരുടെ അപ്പാർട്ട്മെന്റിന്റെ ഭിത്തികൾ അപ്പാടെ തകർന്നു വീഴുന്നതോടെയാണ് അവർ ഈ ഒന്നാമത്തെ ജീവിതത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ വലിച്ചെറിയപ്പെടുന്നത്. ഇതിനിടയിൽ 1994 ഇസബലിന്റെ കുടുംബം കാസ്ട്രോയുടെ ഭരണത്തിന് കീഴിൽ കടുത്ത പട്ടിണിയും പൗരാവകാശ ലംഘനങ്ങളുമാണ് നേരിടുന്നത്. വേറെ വഴിയില്ലാതെ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയ ചങ്ങാടത്തിൽ അവർ മിയാമിയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ജീവിതം യാത്ര. അതിർത്തികളിലൂടെയും സമുദ്രങ്ങളിലൂടെയുമുള്ള അപകടം പിടിച്ച ആ പലായനത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ഒരു ആഡംബര കപ്പലിലെ 937 ജൂത അഭയാർത്ഥികളായാലും അതല്ലെങ്കിൽ ഒരു ചെറിയ റബ്ബർ ഡെങ്കിയിൽ തിങ്ങി നിറഞ്ഞ 30 സിറിയൻ അഭയാർത്ഥികളായാലും അവർ നേരിടുന്ന ആ ഒരു മരണഭയവും അരക്ഷിതാവസ്ഥയും തികച്ചും സമാനമാണ്. ജോസഫിന്റെ യാത്ര ആരംഭിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണല്ലോ. MS സെന്റ് ലൂയിസ് എന്ന അവരുടെ കപ്പൽ ഹവാനയിലെത്തുന്നുണ്ട്. പക്ഷേ ക്രൂരമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ കാരണം അവർക്കവിടെ പ്രവേശനം നിഷേധിക്കപ്പെടുകയും യുദ്ധം കൊടുമ്പുരി കൊള്ളുന്ന യൂറോപ്പിലേക്ക് തന്നെ അവരെ തിരിച്ചയക്കുകയും ചെയ്യുകയാണ്. ശരിക്കും ഒരു സിനിമാറ്റിക് ക്ലൈമാക്സ് പോലെ ഉദ്വേഗജനകമാണിത്. ഇതേസമയം ക്യൂബയിൽ നിന്ന് ഫ്ലോറിഡ തീരത്തേക്കുള്ള ഇസബലിന്റെ യാത്രയും ഒട്ടും എളുപ്പമായിരുന്നില്ല. കൊടുങ്കാറ്റുകളോടും മുങ്ങുന്ന ചങ്ങാടത്തോടും അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റെ ഭീഷണിയോടും പൊരുതിക്കൊണ്ടുള്ള ശരിക്കും നടുക്കുന്ന ഒരു 90 മൈൽ യാത്രയിലൂടെയാണ് അവൾ കടന്നുപോകുന്നത്. മഹ്മൂദിന്റെ യാത്രയോ തുർക്കിയിൽ നിന്ന് തുടങ്ങി തണുത്തുറഞ്ഞ മെഡിറ്ററേനിയൻ കടൽ കടന്ന് ഗ്രീസിലേക്കും അവിടെ നിന്ന് ഹംഗറിയിലൂടെ ജർമ്മനി എന്ന സുരക്ഷിത താവളത്തിലേക്കുമുള്ള വളരെ വളരെ ദുർഘടമായ ഒന്നാണത്. നിങ്ങളിതിലെ ചാപ്റ്റർ ഹെഡിങ്ങുകളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീടിൽ നിന്നുള്ള ദൂരവും ദിവസങ്ങളും എണ്ണിക്കൊണ്ടുള്ള അവരുടെ യാത്ര, അവരാ അപകടത്തോട് എത്രത്തോളം അടുത്താണ് നിൽക്കുന്നതെന്ന് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാത്രക്കിടയിൽ അവരനുഭവിക്കുന്ന ഭയങ്ങളും ഏകദേശം സമാനമാണ് കേട്ടോ. കടുത്ത കടൽ ചുരുക്ക്, ഇരുണ്ട കടലിൽ സ്വന്തം അനിയത്തിയെ നഷ്ടപ്പെടുന്നതിന്റെ ആ വലിയ വേദന, പിന്നെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാടത്തിൽ നടക്കുന്ന അത്ഭുതകരമായൊരു ജനനം, ഇതെല്ലാം ആ യാത്രയുടെ തീവ്രത വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ജീവിതം, പുതിയ തുടക്കം. ഈ യാത്രകൾ അതിജീവിക്കുക എന്നത് ശരിക്കും ഒരു തുടക്കം മാത്രമാണ്. തികച്ചും പുതിയൊരു ലോകത്ത് തങ്ങളുടെ ജീവിതം ആദ്യം മുതൽ വീണ്ടും പടുത്തുയർത്തുക എന്ന ഏറ്റവും വലിയ കടമ്പയാണ് അവർക്കിനി കടക്കാനുള്ളത്. ആകെ തളർന്നു ക്ഷീണിച്ച് ഇസബൽ മിയാമിയിലെത്തുമ്പോൾ അതൊരു ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ജനിച്ചു വീണയുടനെ തന്റെ കുഞ്ഞനുജനെയും കൊണ്ട് ഒരു രക്ഷാപ്രവർത്തകന്റെ കയ്യിൽ പിടിച്ച് അവൾ ആ സുരക്ഷിതമായ തീരത്തേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. എന്നാൽ മഹ്മൂദിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ തുടക്കമെന്ന് പറയുന്നത് ഹംഗേറിയൻ ഹൈവേയിലൂടെയുള്ള 12 മണിക്കൂർ നീണ്ട വളരെ ശക്തമായ ഒരു കാൽനട യാത്രയാണ്. സിറിയയിൽ അദൃശ്യനായിരുന്നത് അവന് ചിലപ്പോൾ രക്ഷിച്ചിട്ടുണ്ടാകാം. എന്നാൽ യൂറോപ്പിൽ അങ്ങനെയിരുന്നാൽ അത് തന്റെ ജീവനെടുക്കും എന്നവൻ തിരിച്ചറിയുന്ന നിമിഷമാണത്. ഇനി അദൃശ്യമായ ബന്ധങ്ങൾ. നമ്മുടെ ഈ വിശകലനത്തിന്റെ ഏറ്റവും വൈകാരികമായ അവസാന ഭാഗത്തേക്ക് നമുക്ക് വരാം. തികച്ചും വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ഈ 3 ചരിത്രങ്ങൾ എങ്ങനെയാണ് പരസ്പരം ശക്തമായി കൂട്ടിമുട്ടുന്നത് എന്ന് നോക്കാം.
ഫ്രാൻസിൽ വെച്ച് ജോസഫിന്റെ കുടുംബത്തെ നാസികൾ പിടികൂടുമ്പോൾ തന്റെ 2 കുട്ടികളിൽ ആരെ വേണം എന്ന് തിരഞ്ഞെടുക്കാൻ അവന്റെ അമ്മ നിർബന്ധിതയാകുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ തന്റെ കൊച്ചു സഹോദരിക്കു വേണ്ടി ചെറുപ്പക്കാരനായ ജോസഫ് സ്വയം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാകുന്നു. ഒന്നാലോചിച്ചു നോക്കൂ ആ ഒരൊറ്റ തീരുമാനത്തിന്റെ വലുപ്പം. ഇനിയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. 2015-ൽ മഹ്മൂദിന്റെ കുടുംബത്തിന് അഭയം നൽകുന്ന ആ പ്രായമായ ജർമ്മൻ സ്ത്രീ മറ്റാരുമല്ല, ജോസഫ് തന്റെ ജീവൻ നൽകി രക്ഷിച്ച അവന്റെ കൊച്ചു സഹോദരി റൂത്തിയാണ്. ശരിക്കും രോമാഞ്ചം വരുന്ന നിമിഷമല്ലേ? എത്ര മനോഹരമായാണ് കാലം ഈ കഥകളെ കൂട്ടിയിണയ്ക്കുന്നത്. ഈ കഥാപാത്രങ്ങളൊക്കെ സാങ്കല്പികമാണെങ്കിലും ഇവർ പ്രതിനിധീകരിക്കുന്നത് യഥാർത്ഥ മനുഷ്യരെയാണ്. അലപ്പോയിൽ നിന്നുള്ള 5 വയസ്സുകാരനായ ഒമ്രാൻ ധക്നീഷിനെ പോലെ ലോകത്തിന്നും തുടരുന്ന യഥാർത്ഥ ദുരന്തങ്ങളെയാണ് ഇവരെല്ലാം കാണിച്ചു തരുന്നത് എന്ന് ഗ്രന്ഥകാരന്റെ കുറിപ്പിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അവസാനമായി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ചരിത്രം ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നാം കാണുമ്പോൾ ഇന്ന് തങ്ങളുടെ അടുത്ത ജീവിതത്തിനായി അതിയായി ആഗ്രഹിക്കുന്നവരോട് നമുക്കെന്താണ് ഉത്തരവാദിത്തമുള്ളത്? ഈയൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഡീപ്പ് ഡൈവ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതിനെപ്പറ്റി തീർച്ചയായും ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കുക.